അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയ പോരെ സഹോദരങ്ങളെ. നമ്മുടെ കുടുംബത്തിനെയും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയും കൂടെ കൊണ്ടുപോകുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. അള്ളാഹു തആല പറയാണ്, ഓ ഔഫുസക്കും വഹ്ലിക്കും നാറ, നിങ്ങൾ മാത്രം നരകത്തിൽ കിടക്കാതിരിക്കാനുള്ള പണി ചെയ്താൽ പോരാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണി നിങ്ങളെ ഭാര്യയും മക്കളെയും കൂടി പഠിപ്പിക്കണം. അവർക്കും അതിനുള്ള അവസരം കൊടുക്കണം. നിങ്ങൾ മാത്രം പള്ളിയിൽ ഖുർആൻ ക്ലാസ് കേൾക്കാൻ പോവുക, നിങ്ങൾ മാത്രം ഇൽമു പഠിക്കാൻ പോവുക, മക്കളെ ഒരു നിലക്കും ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. തഴവുസാദ് പാടിയതാ. നിങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസം നല്ലോണം കൊച്ചിന് കൊടുത്തോ, നല്ലോണം സയൻസ് പഠിപ്പിച്ചോ, വേണ്ടതെല്ലാം പഠിപ്പിച്ചോ. പക്ഷെ പഠിപ്പിക്കുമ്പോഴും പടച്ചവനെ, ഇത് ഞാൻ പഠിക്കുന്നത് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ നിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് റബ്ബെ ഞാൻ പഠിക്കുന്നത്. എന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചവരാണ്. എന്റെ മാതാപിതാക്കൾ മരിച്ചു കിടക്കുമ്പോൾ, നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ എന്റെ ഉമ്മച്ചിക്കും ആപ്പച്ചിക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി കുട്ടിയിൽ ഉണ്ടാകണമെങ്കിൽ നമ്മളെ കുട്ടികളെ മദ്രസയിൽ വിട്ട് പഠിപ്പിക്കണം. അങ്ങനെ നമ്മൾ മാത്രം സ്വർഗത്തിലേക്ക് പോയാൽ പോരല്ലോ. നമ്മുടെ ഒരുപക്ഷെ നരകത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നമ്മൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരുപക്ഷെ കുട്ടി വന്നിട്ട് പറയാം, പടച്ചോനെ എന്റെ വാപ്പാനെ നീ വിടല്ലേ, എന്റെ വാപ്പാൻ നരകത്തിലേക്ക് തള്ളിയിടല്ലേ, എന്റെ ഉമ്മ നരകത്തിലേക്ക് തള്ളിയിടല്ലേ. അവരെനിക്ക് നിന്റെ ഇൽമു പഠിക്കാനുള്ള അവസരം ഒരുക്കി തന്നവരാണ്, അവരെ നീ ഒന്നും ചെയ്യല്ലേ അല്ലാ എന്ന് നമ്മുടെ മക്കൾ വന്ന് നാളെ റബ്ബിന്റെ മുന്നിൽ പറയുന്നൊരു സീൻ ആലോചിച്ച് നോക്കിയേ, എന്തൊരു സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തആല പറയാ, ഓ അൻഫുസക്കും, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങളെ സെൽഫ് സേഫ് ആക്കുക. ശേഷം അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തിനെയും കൂടി നിങ്ങൾ സംരക്ഷിക്കണം. ആദ്യം നമ്മുടെ സെൽഫ് സേഫ് ആക്കിയ ശേഷം കുടുംബത്തിനാണ് നെക്സ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മുടെ കൂട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ. നമ്മുടെ ബിസിനസ്സൊക്കെ അതിന് ശേഷമാണ്. നമ്മുടെ കുടുംബത്തിനെ മാന്യമായ നിലക്ക് ദീന് പഠിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ മിന്നൽ വേഗതയിൽ പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് അല്ലാഹു തആല പറയാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചതുപോലെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും അള്ളാഹു എന്ന ചിന്തയെ, പടച്ചവനെന്ന വിശ്വാസത്തെ, ഇസ്ലാം എന്ന മാർഗരേഖയിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ത്യജിച്ചും നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമ്മളാദ്യം ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഉള്ളിൽ അത് ഇൻജക്ട് ചെയ്യണം. ശേഷം കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം. നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനുതകുന്നതായ സ്ഥാപനങ്ങൾ ആശ്രയിക്കണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.